നമസ്കാരം. Today our discussion is about section 468 of the Bharatiya Nagarik Suraksha Sanhita 2023. Corresponding section in the Criminal Procedure Code 1973 is section 428. മിക്കവരും അത് കേട്ടിരിക്കും. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? ഒരു കുറ്റാരോപിതൻ അയാളുടെ ഫൈനൽ കൺവിക്ഷനിൽ അയാളെ ഒരു നിശ്ചിത കാലത്തേക്ക് ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, ജയിൽ വാസത്തിന് ശിക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾ പല സമയത്തും ഇയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പല ഘട്ടങ്ങളിലും ജയിൽവാസം അനുഭവിച്ചിരിക്കും. അന്ന് ഈ ഫൈനൽ കൺവിക്ഷൻ വരുന്നതിന് മുമ്പ് അയാൾ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ടോ അത്രയും കാലം, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 വർഷമാണ് ഇപ്പോൾ ഫൈനൽ ശിക്ഷ എങ്കിൽ, ആ 5 വർഷത്തിൽ നിന്ന് ഉദാഹരണത്തിന് 2 വർഷം അയാൾ പലതവണയായി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് തട്ടിക്കിഴിക്കും, സെറ്റ് ഓഫ് ചെയ്യും. അതാണ് സെക്ഷൻ 468 പറയുന്നത്. നമുക്ക് ആ സെക്ഷൻ ബെയർ ആക്റ്റിൽ പറയുന്നത് അതേപോലെ ഒന്ന് വായിക്കാം. സെക്ഷൻ 468. പീരിയഡ് ഓഫ് ഡിറ്റൻഷൻ അണ്ടർഗോൺ ബൈ അക്യൂസ്ഡ് ടു ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് സെൻറ്റൻസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്. വായിക്കാം. വെയർ an accused person has on conviction been sentenced to imprisonment for a term not being imprisonment in default of payment of fine, the period of detention, if any, detention, undergone by him during the investigation, inquiry or trial of the same case and before the date of such conviction shall be set off against the term of imprisonment imposed on him on such conviction, and the liability of such person to undergo imprisonment on such conviction shall be restricted to the remainder, if any, of the term of imprisonment imposed on him. ഇത് വളരെ എളുപ്പമാണ്, ഒന്ന് വായിച്ചു നോക്കുക. അതായത് അക്യൂസ്ഡ് അനുഭവിച്ച ഡിറ്റൻഷൻ കാലാവധി ഇംപ്രിസൺമെൻറ്റ് സെൻറ്റൻസിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യേണ്ടതാണ് എന്നാണ് ഇതിൻ്റെ 468 അങ്ങനെ പറഞ്ഞാണ് ആരംഭിക്കുന്നത്. പ്രതിക്ക് കൺവിക്ഷന് ഒരു കാലാവധിക്കുള്ള തടവ് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അന്വേഷണത്തിൻ്റെയോ ഇൻക്വയറിയുടെയോ ട്രയലിൻ്റെയോ കാലത്ത് കൺവിക്ഷൻ തീയതിക്ക് മുമ്പ് അയാൾ അനുഭവിച്ച തടങ്കൽ ഡിറ്റൻഷൻ വല്ലതും ഉണ്ടെങ്കിൽ ആ പീരീഡ് അക്യൂസ്ഡിൻ്റെ കൺവിക്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം? അയാളുടെ മേൽ ചുമത്തുന്ന ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലാവധിയിൽ നിന്ന് തട്ടിക്കിഴിക്കേണ്ടതും. അതാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. കൺവിക്ഷനിൽ അയാൾ ഇംപ്രിസൺമെന്റ് അനുഭവിക്കാനുള്ള ആളുടെ അർഹത എന്താണ്? അയാളുടെ മേൽ ചുമത്തിയ തടവിൻ്റെ കാലാവധിയിൽ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രമായി അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതുമാകുന്നു. എന്നാൽ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 475, അത് നിങ്ങൾ പഠിക്കും. അതിൻ്റെ ഹെഡിങ് ഇതാണ്: റെസ്ട്രിക്ഷൻ ഓൺ പവേഴ്സ് ഓഫ് റെമിഷൻ ഓർ കമ്മ്യൂട്ടേഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 475, restriction on powers of remission or commutation in certain cases, such a period of detention shall be set off against the period of 14 years referred to in that section. എന്നാൽ 475 സെക്ഷൻ 475 അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അപ്രകാരം ഡീറ്റെയിൻ ചെയ്ത കാലയളവ്, ഡിറ്റൻഷൻ കാലയളവ് ആ സെക്ഷനിൽ തന്നെ
പരാമർശിച്ചിട്ടുള്ള 14 വർഷ കാലയളവിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യേണ്ടതാണെന്നും ഈ സെക്ഷൻ പറയുന്നുണ്ട്. 475 നിങ്ങൾ പഠിക്കും, അത് നല്ലവണ്ണം നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സിമ്പിളാണ്. ഒരു വ്യക്തിയെ ഫൈനലായിട്ട് ഒരു ഒഫൻസിന് കൺവിക്റ്റ് ചെയ്യുമ്പോൾ അത് 5 വർഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി അയാൾ 2 വർഷം ഇതേ കുറ്റത്തിന് മുൻകാലങ്ങളിൽ മുൻപ് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇതേ കുറ്റത്തിന്. അപ്പോൾ ആ 2 വർഷം കുറച്ച് ബാക്കി 3 വർഷം മാത്രം അയാൾ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. ഓർക്കുക, ഇനിയും പുതിയ ചെറിയ വീഡിയോകളുമായിട്ട് നമ്മളിവിടെ വരും. ശ്രദ്ധിക്കുക, ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അഡ്വക്കേറ്റ്സ് എല്ലാവരും, പുതിയ അഡ്വക്കേറ്റ്സ് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു.